നമസ്കാരം, ഞാൻ അമ്മു ഔസേപ്പച്ചൻ, സദുർ അക്കാഡമി ഫോർ നാട്യ ആൻഡ് രാഗയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. അപ്പൊ എങ്ങനെയാ നമ്മൾ പ്രാക്ടീസ് തുടങ്ങുമല്ലേ? അതെ, ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഒരു എക്സസൈസ് ആണ്. ഭരതനാട്യത്തിന്റെ അടവുകൾക്ക് മുൻപ് എക്സസൈസുകൾ ചെയ്ത് ബോഡി ഒന്ന് കൺട്രോൾ ചെയ്യാനുണ്ട്. അതൊന്ന് കൺട്രോളിൽ വരുത്തിയിട്ട് നമുക്ക് ഭരതനാട്യത്തിന്റെ അടവുകൾ തുടങ്ങാം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു എക്സസൈസ് ആണ്. അത് കാലിൻ്റെതാണ്. ആംഗിൾ റൊട്ടേഷൻ എന്നാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ പറയാറ്. അപ്പോ ആ ആംഗിൾ റൊട്ടേഷൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ ചെയ്യിപ്പിക്കാൻ പോകുന്ന, നിങ്ങൾ എന്റെ കൂടെ ചെയ്യേണ്ട ഒരു എക്സസൈസ്. അതിനാദ്യമേ കൈ ഞാൻ ഇവിടെ ഇങ്ങനെ പിടിക്കുന്നു. ഇതൊരു എക്സസൈസ് ആയതുകൊണ്ടാണ് ഒരു പെൺകുട്ടിയായിട്ടും ഞാൻ ഇങ്ങനെ കൈ വെച്ചത്. ഇല്ല, ഭരതനാട്യത്തിനാണോ പെൺകുട്ടികൾ അധികവും നമ്മൾ ഒരു സമം പൊസിഷൻ കൈ ഇങ്ങനെ തിരിച്ചാണ് പിടിക്കാറ്. ഇതൊരു എക്സർസൈസ് ആയതുകൊണ്ട് മാത്രം ഞാനിപ്പോ തൽക്കാലം ഇങ്ങനെ വെച്ചിരുന്നു. പിന്നെ അത് മാത്രമല്ല, തുടക്കക്കാർക്ക് കൈ ഇങ്ങനെ വെക്കുന്നതിനേക്കാളും നമുക്കിപ്പോ തൽക്കാലം ഈ റിസ്റ്റിലേക്കൊക്കെ പതുക്കെ നമുക്ക് ചെയ്ത് വരാം, സാവകാശം വരാം. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും എളുപ്പം ഇങ്ങനെ പിടിക്കാനാ. ഇങ്ങനെ ഞാൻ കൈ വെക്കുന്നു. ഓക്കെ, ഇനി കാല് രണ്ടും ചേർത്ത് വെച്ചേക്കാണ്. ഇതിങ്ങനെ അലക്ഷ്യമായിട്ട് നിൽക്കുമല്ല, കാല് രണ്ടും ചേർത്ത് വെച്ചിട്ടുണ്ട്. കൈ ഇവിടെ വെച്ചിട്ടുണ്ട്. ശരീരം നിവർത്തി നേരെ നോക്കിയിട്ടുണ്ട്. നമ്മളുടെ നോട്ടം എപ്പോഴും നേരെയായിരിക്കണം. നമ്മളുടെ ശ്രദ്ധ നേരെയായിരിക്കണം. നേരെ നോക്കിയത് കൊണ്ട് കാര്യമില്ല. നേരെ നോക്കിയിട്ട് നമുക്ക് ശ്രദ്ധ എന്തോ ആലോചിച്ച് നിൽക്കുവാണെങ്കിൽ നമ്മളുടെ ആ ഒരു ശ്രദ്ധ പോകും. അപ്പോ ആ എക്സസൈസും അതിന്റെ ഒരു ബാലൻസ് പോകും ബോഡിയുടെ. അപ്പോ നമ്മൾ കൈ ഇവിടെ വെച്ചു, നിവർന്നു നിന്നു, നേരെ നോക്കി. ഇനി ആദ്യം വലത്ത് കാലിൽ നിന്ന് തുടങ്ങാം. അപ്പോ റൈറ്റ് കാല് കുറച്ചൊന്ന് ഉയർത്തി, ഒത്തിരി ഉയർത്തിയിട്ടില്ല, കുറച്ചൊന്ന് ഉയർത്തിയിട്ട് ഇനി ഈ ആംഗിൾ റൊട്ടേഷൻ ആണ്. അതിങ്ങനെയാണ്: ത ക ദി മി, ത ക ദി മി, ത ക ദി മി, ത ക ജോ നോ റിവേഴ്സ്, ത ക ദി മി, ത ക ദി മി, ത ക ദി മി, ത ക ജോ നോ. ഇത് തന്നെ ഞാൻ ലെഫ്റ്റിൽ ചെയ്യുവാണ്. ത ക ദി മി, ത ക ദി മി, ത ക ദി മി, ത ക ജോ നോ, ത ക ദി മി, ത ക ദി മി, ത ക ദി മി, ത ക ജോ നോ. ഇതാണ് ഞാൻ ചെയ്താണ് ഇന്നത്തെ എക്സസൈസ്. ഇനി ഇത് തന്നെ കുട്ടികൾക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ നിവർന്നു നിന്ന് ചെയ്യാം, നിങ്ങൾക്ക് എളുപ്പമാണ്. കുറച്ച് സീനിയേഴ്സ് ആണോ, നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ നിന്ന് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു പക്ഷെ ബോഡിയുടെ ഒരു ബാലൻസ് ഇങ്ങനെ മാറുന്നുണ്ടോ, അതൊരു ഫ്ലോയില് വരുന്നില്ലേ, ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ലേ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ എവിടെ ഇരിക്കുന്നോ, നിങ്ങളൊരു ചെയറിൽ ഇരിക്കുമായിരിക്കും, ഒരു സോഫയിൽ ഇരിക്കുമായിരിക്കും. ഒരു പക്ഷെ രാവിലെ തന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോ നമ്മൾ ആ ബെഡിൽ നിന്ന്, കിടക്കുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് എഴുന്നേറ്റ് ആ ബെഡിൽ നിന്ന് കാലിങ്ങനെ താഴേക്ക് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഫ്ലോറിലേക്ക് ടച്ച് ചെയ്യുന്നതിന് മുൻപ് ആ ബെഡിൽ തന്നെ ഇരുന്ന് ഈ എക്സസൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ കാലത്തെ ഒരു ചെറിയൊരു വ്യായാമം ചെയ്ത് നമുക്ക് എഴുന്നേക്കാം. അതപ്പോ എങ്ങനെയായിരിക്കും, ആ ബെഡിൽ ഇരുന്നിട്ട് അതപ്പോ എങ്ങനെ ചെയ്തു വരും, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോ നിങ്ങൾ ഇങ്ങനെ ബെഡിൽ എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്നു, കാലിങ്ങനെ താഴേക്ക് ഇങ്ങനെ വെച്ചിരുന്നു. ഇത് കാല് നിലത്ത് ഫ്ലോറിലേക്ക് ടച്ച് ചെയ്യുന്നതിന് മുൻപ് ഒരു കാല് ത ക ദി മി, ത ക ജോ നോ, ത ക ദി ന താം, കിടതകത ക ദി മി, ത ക ജോ നോ, ത ക ദി ന താം. ഇങ്ങനെയും ഈ എക്സസൈസ് ചെയ്യാം. അല്ലെങ്കിൽ ചെയറിൽ ഇരിക്കുവാണോ, നിങ്ങളിങ്ങനെ ചെയറിൽ ഇരിക്കുവാണോ, കുറച്ച് നിവർന്നിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇങ്ങനെ താഴേക്ക് ബോഡി ഇങ്ങനെ ഒടിച്ചു നിർത്തുന്നതിനേക്കാളും, ഇങ്ങനെ താഴേക്ക് കൊണ്ടുപോകുന്നതിനേക്കാളും എപ്പോഴും സ്പൈനൽ ബോൺ നിവർന്ന് ഇരിക്കുന്നതാണ് അതിന്റെ ഒരു രീതിയും അതിന്റെ ഒരു എല്ലാം കൊണ്ടും ഒരു ഉത്തമം കാണാൻ തന്നെയും. പിന്നെ അത് നല്ലൊരു പൊസിഷനാണ്. ഡാൻസിന് നമുക്ക് നിവർന്ന് നിൽക്കാനുള്ളതാ. ഇപ്പോഴേ നമുക്കത് ശീലിക്കാം. അപ്പൊ നിവർന്നിരുന്നിട്ട് നിങ്ങളിങ്ങനെ ചെയറിൽ ഇരിക്കുവാണോ, സോഫയിൽ ഇരിക്കുവാണോ, അവിടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ്. ഇരിക്കുന്ന പൊസിഷനിൽ ഒറ്റൊരു കാല് ഉയർത്തി ത ക ദി മി, ത ക ദി മി, ത ക ദി മി, ത ക ജോ നോ, ത ക ദി മി, ത ക ദി മി, ത ക ദി മി, ത ക ജോ നോ. എപ്പോഴും നേരെ നോക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ കാലുമേക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ നോക്കാതെ തന്നെ ആംഗിൾ ഇങ്ങനെ റൊട്ടേഷൻ നടന്നോളും. അപ്പൊ കാലുമേക്ക് നോക്കേണ്ട ആവശ്യമില്ല, നിവർന്നിരിക്കുക, നേരെ നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ ആംഗിളിനെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി. ഇതിങ്ങനെ റൊട്ടേറ്റ് ആവണം എന്നുള്ളത് ചിന്തിച്ചാൽ മാത്രം മതി. ഒരു ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും എപ്പോഴും ചെയ്യുക. എന്നിട്ട് അടുത്ത കാലിലേക്ക് ചെയ്യുക. ഇത് നിങ്ങൾ കുറച്ച് കൂടുതൽ തവണ ചെയ്യേണ്ടി വരും. ഇന്ന് ഈ ഒരു എക്സസൈസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഇന്ന് ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. നാളെ അടുത്ത നമ്മളുടെ എക്സസൈസ് വരും വരെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ആംഗിൾ റൊട്ടേഷൻ നല്ലൊരു എക്സസൈസ് ആണ്. കുറച്ച് ക്ഷമ കാണിക്കുക, കുറച്ച് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. പറ്റില്ല എന്ന് വിചാരിക്കാതിരിക്കുക, പറ്റും എന്ന് വിചാരിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറ്റും. ഒരു പക്ഷേ ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു ഫ്ലോ ഇല്ലെങ്കിൽ കൂടിയും ചിലപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ആയി പോവാം. അതൊന്നും കാര്യാക്കണ്ട. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് 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 വളരെ ഈസി ആയിട്ട് ഈ ഒരു ഫ്ലോയില് കിട്ടും. അപ്പോ അടുത്ത എക്സസൈസ് ആയിട്ട് നമ്മൾ കാണും വരെ നിങ്ങൾ ഈ എക്സസൈസ് 1 പ്രാക്ടീസ് ചെയ്യുക. നന്ദി, നമസ്കാരം.